ഗ്രൂപ്പിലെ ക്രിസ്മസ് ആഘോഷം എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. അച്ഛനും ക്രിസ്തുമാർക്കും എല്ലാവർക്കും ആശംസകൾ. പഴയ കാലത്തുള്ള ജനതയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ പാവത്തിൽ നിന്നുള്ളൊരു രക്ഷപ്പെടലായിരുന്നു. അപ്പോൾ ലോകത്തിൻ്റെ രക്ഷകൻ ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ലോകം മുഴുവൻ ആനന്ദിച്ചു, പുൽക്കൂട്ടിൽ ജീവിച്ചു. അപ്പോൾ പണ്ടുള്ളവർ വിചാരിച്ച ഒരു രാജാവിനെ പോലുള്ള ഒരു സ്ഥലത്തല്ല ജനിച്ചത്. നമ്മളെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദൈവപുത്രനായിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം വന്നൊരു വിഭജനം നടന്നു എന്ന് പറഞ്ഞാൽ ഈശോയെ അറിഞ്ഞ് ക്രിസ്തുവിന് അറിയുന്നതിന് മുമ്പുള്ള എല്ലാം മാറ്റി ക്രിസ്തുവിനോടൊത്ത് പുതിയൊരു മനുഷ്യനായിട്ട് ജീവിക്കണമെന്നൊരു തോന്നൽ. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മറ്റ് വാർഡുകളിലെ ക്രിസ്മസ് പ്രോഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലളിതമായ ചടങ്ങാണ് നമ്മുടെ ഈ വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആകെ 11 കുടുംബങ്ങളേ ഉള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് വാർഡ് പ്രാർത്ഥനയൊക്കെ നടത്തി എല്ലാ വീട്ടിലും വാർഡ് പ്രാർത്ഥന നടത്തുകയും എല്ലാവരും സഹകരിക്കുകയും ചെയ്തു. അപ്പോൾ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് ഒരു ആർഭാടമാകരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മറിച്ച് നമ്മൾ ഭക്തിയോടുകൂടി, അതായത് യേശു ക്രിസ്തു ജനിക്കുന്നത് ഏറ്റവും മോശമായൊരു അവസ്ഥയിലാണ്. അതായത് ആർഭാടമായി ജനിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടും മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ട് ഒരു കാലിത്തൊഴുത്തിലാണ് ഉണ്ണീശോ ജനിക്കുന്നത്. അത് ലോകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മാതൃകയാണ്. ദൈവത്തിൻ്റെ പുത്രനായി സ്നേഹനിധിയായി നമ്മുടെ ഇടയ്ക്ക് വന്ന ഉണ്ണിയേശുവിന് ഒരുപാട് നന്ദി. യേശു പിതാവിനും മാതാവിനും നന്ദി. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകിയിരിക്കുന്നു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും മകനായി ജനിച്ച യേശുവിൻ്റെ പ്രിയത്തിരുന്നാളാണ് ക്രിസ്തുമസ്. അതിലുപരി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, പുൽക്കൂടാകുന്ന ഹൃദയത്തിൽ ഉണ്ണീശു പിറക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് അതാണ് ക്രിസ്മസ് സന്ദേശം നമ്മൾ ആഹ്വാനം ചെയ്യുന്നത്. 2024-25 എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു സമ്മാനമാണ് യേശു. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സഖ്യദോസിൻ്റെ ജീവിതത്തിൽ ഈശോ ഒന്ന് ഇടപെട്ടപ്പോൾ മാറ്റമുണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോ ഒന്ന് പിറക്കുന്നതോടെ നല്ലൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പറഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, ഒരു ബൈബിൾ വചനമാണ് ഓർമ്മ വന്നത്. നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറണം എന്ന് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. അതായത് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നാത്തത്. അപ്പോൾ നമ്മൾ നന്നായിരിക്കണം എന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ക്ഷമിക്കാത്തത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പം പിതാവായ ദൈവത്തിന് നമ്മോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് തൻ്റെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. നിസ്സാരരിൽ നിസ്സാരനായി, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോയുടെ ആ നല്ലൊരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയങ്ങളെ ഈശോയെ സ്വീകരിക്കാനായി ഏറ്റവും സ്നേഹത്തോടു കൂടി ഒരുക്കാം. കർത്താവ് എത്ര നല്ലവനെന്നൊരു തിരിച്ചറിവ് അങ്ങേ ആശ്രയിക്കുന്നതിന് ഭാഗ്യമാണ്. യേശുവിൻ്റെ രക്ഷകൻ. കർത്താവ് എത്ര നല്ലവനാണെന്ന് തിരിച്ചറിയും. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നമുക്കായി രക്ഷയുണ്ടാകും. എൻ്റെ ഉണ്ണീശോയെ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും തേങ്ങൽ അങ്ങേക്കറിയാമല്ലോ. ഞങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് അങ്ങനെ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ ഭൂമിയിൽ സർവ്വമനുഷ്യർക്ക് സമാധാനം എന്ന സന്ദേശവുമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണീശോയെ, ഞങ്ങളുടെ യൂണിറ്റിലുള്ള എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക്
സമ്മാനമാണ് ഉണ്ണീഷോ. ഞാൻ സാക്ഷാൽ മുന്തിരി ചെടികളും ശാഖകളുമാണ്. ആരെന്നിൽ വസിക്കുന്നുവോ ഞാൻ അവനിലും വസിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എല്ലാവർക്കും നന്മയും സന്തോഷവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുകയാണ്. എല്ലാ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. ഉണ്ണീശോയുടെ മാതാവായ മറിയമേ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകും. 2024 വർഷം മുമ്പ് ജനിക്കുകയും നമുക്ക് ഇന്നും അനുഗ്രഹവുമായി നിൽക്കുകയും വീണ്ടും നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു ദിവസം കൂടി യേശുവിൻ്റെ ഈ ജയത്തോടെ നമുക്ക് നന്ദി പറയുന്നു. കൊടുത്തു. Jesus is light into our world. ഓക്കെ. ഇനി ഇവിടെ Respected fathers, sisters, parents, and my dear friends. Good evening to one and all. It's an honor to stand before you to recite a poem written by Walt Whitman. The title of the poem is "Oh Captain, My Captain." Let's go through the poem. Oh Captain, my Captain, our fearful trip is done. The ship has weathered every wreck. The prize we saw this one. The boat is near. The bands are here. The people all exulting. And full of eyes, the steady keel. The vessel grave and daring. But don't heart. All the bleeding drops of blood were on the deck. My captain lies, falling cold and dead. Oh captain, my captain, rise up and hear the bells. Rise up, for you the flag is flung, for you the bugle kills, for you bouquets and ribbon rings, for you the shows are crowded, for you they call the swaying mass, the eagle wings turning. Here, captain, dear father, this arm beneath your head, it's some dream that you are the dead. You have cold and dead. The captain does not answer. His lips are pale and still. My father does not feel my arm. He has no pulse, no will. The ship is anchored, safe and sound. Its voyage closed and done. From fearful trip, the victor ship comes in with object bark. A soldier shows and river bells. But when all the tread walk the deck, my captain was falling cold and dead. Thank you. കഴിഞ്ഞോ? ആ. I'm Sienna. I'm from Australia. I came here with my parents. I'm in grade 7 and I study in St. Catherine's Primary School in Melbourne.
നൽകിടാം ചെഞ്ചുണ്ടിൽ മൊത്തം നൽകി താലോലിച്ചിടാം ഹൃദയത്തിൽ ചേർത്തു വച്ച് ആരാധിച്ചിടാം ചെഞ്ചുണ്ടിൽ മൊത്തം നൽകി താലോലിച്ചിടാം ഹൃദയത്തിൽ ചേർത്തു വച്ച് ആരാധിച്ചിടാം പൊന്നുണ്ണി നീ ഉറങ്ങ് ആരാരിരാരോ പൊന്നുണ്ണി നീ ഉറങ്ങ് ആരാരിരാരോ മാലാഖമാർ പാടുന്ന സംഗീതം കേട്ടുവോ ആട്ടിടയന്മാർ തൻ സന്തോഷം കണ്ടുവോ മാലാഖമാർ പാടുന്ന സംഗീതം കേട്ടുവോ ആട്ടിടയന്മാർ തൻ സന്തോഷം കണ്ടുവോ നിന്നോടെ പാൽ പുഞ്ചിരി കണ്ടോവനേ താരാട്ടു പാടുന്നു നിന്നെയുറക്കാൻ നിന്നോടെ പാൽ പുഞ്ചിരി കണ്ടോവനേ താരാട്ടു To you, happy birthday to you, happy birthday to you. ചെറിയ രീതിയിലാണെങ്കിലും സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഈ വാർഡിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന അച്ഛനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിന് ഇവിടെ വീടൊരുക്കി തന്ന ജോർജാനും കുടുംബത്തിനും ഞങ്ങളുടെ വാർഡിന്റെ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. രാജകൊട്ടാരം